ഞാൻ ഈ കടിച്ചു പറിച്ചെടുക്കുന്ന സാധനം ഉണ്ടല്ലോ, ചിക്കൻ അൽഫാമോ ബീഫ് അൽഫാമോ അല്ല, ഇത് അടിപൊളി പോർക്ക് അൽഫാമാണ്. അതേപോലെ പോർക്ക് ഷവർമയും പോർക്കിന്റെ പല വെറൈറ്റീസും പോർക്ക് ബിരിയാണിയൊക്കെ കിട്ടുന്ന ഒരു കിഡിലൻ സ്പോട്ട്. അതാണ് ഒക്ടോപസ് കഫേ. നിങ്ങളൊരു പോർക്ക് ലവർ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ്. അത്യാവശ്യം സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നേരെ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ചൈനീസ് ഡിഷസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഷെഫിനെയാണ് കണ്ടത്. ഭയങ്കര അഫോർഡബിൾ റേറ്റിനാണ് ഇവിടെ ഫുഡെല്ലാം ഇവർ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അഫോർഡബിൾ റേറ്റിന് വേറെ പോർക്കിന്റെ ഇത്രയും വിഭവങ്ങൾ കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്തത് അവരുടെ പോർക്ക് ഷവർമയായിരുന്നു. നല്ല അടിപൊളി ജ്യൂസി ആൻഡ് ടെൻഡർ ആയിട്ടുള്ള ഒരു പോർക്ക് ഷവർമയായിരുന്നു നമ്മൾ അവിടുന്ന് കഴിച്ചു. പിന്നെ ഒരു സ്പെഷ്യൽ സാധനം പറഞ്ഞു, പോർക്ക് കോക്കാച്ചി, അതാണ് ഇതിന്റെ പേര്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇവിടുന്ന് കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ടേസ്റ്റ് ആയിട്ടും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അവരുടെ ഡ്രാഗൺ പോർക്ക്. നിങ്ങൾ ലൈഫിൽ ഒരു തവണയെങ്കിലും മിസ് ചെയ്യാതെ ഇത് കഴിച്ചിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രക്ക് ടേസ്റ്റ് ആയിരുന്നു ഈ ഒരു സാധനത്തിന്. അതിനുശേഷം അവരുടെ ചില്ലി പോർക്ക് നമ്മൾ ട്രൈ ചെയ്യായിരുന്നു, അടിപൊളിയായിരുന്നു. ഇനി അതിന്റെ ഗ്രേവി വേർഷനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇതും കിട്ടില്ല സാധനമായിരുന്നു. പക്ഷെ ഇതിന്റെ ഒപ്പം കഴിക്കാനായിട്ട് നമുക്ക് നൂൽ പൊറോട്ട അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ നൂൽ പൊറോട്ടയുടെ ഒപ്പം വേണം ഈ സാധനം ശരിക്കും കഴിക്കാനായിട്ട്. അതിൽ നിന്ന് ആ പൂ പോലത്തെ ഇരിക്കുന്ന നൂൽ പൊറോട്ട എടുത്തിട്ട് അതിലേക്ക് ഈ ഗ്രേവി ഒഴിച്ച് മിക്സ് ചെയ്ത് നന്നായിട്ടൊരു പീസും കൂടി ചേർത്തിട്ട് അങ്ങോട്ട് കഴിക്കണം. കിഡിലോസ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, പറയാൻ വാക്കുകളില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളിലാരെങ്കിലും പോർക്ക് 65 കഴിച്ചിട്ടുണ്ടോ? ഇനി കഴിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ വന്ന് സാധനം കിട്ടും. നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള സാധനം. അതേപോലെ നമ്മൾ പറഞ്ഞതായിരുന്നു അവരുടെ പോർക്ക് കൊണ്ടാട്ടം. അതിന്റെ മിക്സിങ് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നല്ല വെറൈറ്റി ടേസ്റ്റ് തോന്നിയ ഒരു സാധനമാണ് സാൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറയുന്ന ഈ ഒരു ചൈനീസ് ഡിഷ്. ഇവിടെ ചൈനീസ് ഡിഷസ് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കരുത്, നാടൻ സാധനമുണ്ട്. അടിപൊളി നാടൻ പോർക്ക് ഫ്രൈ. പിന്നെ നമ്മൾ കഴിച്ചത് അവരുടെ പോർക്ക് റിബ്സ് ആണ്. അതിൻ്റെ ഒപ്പം കൂടെ കഴിക്കാനായിട്ട് ബൺ പൊറോട്ട നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ബൺ പൊറോട്ടയുടെ ഒപ്പം ആ പീസും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കണം. എന്റെ സാറേ, കൂടെ വന്നവനോട് പോർക്ക് മഞ്ചൂരിയൻ എടുത്ത് കഴിക്കടാന്ന് പറഞ്ഞപ്പോ അവൻ ബൺ പൊറോട്ടയുടെ മുകളിലേക്ക് മഞ്ചൂരിയൻ വെച്ച് മടക്കി പിടിച്ചിട്ട് ഇതിങ്ങനെ ഒരു കടി അങ്ങോട്ട് കഴിച്ചു. അത് കണ്ടപ്പോ തന്നെ എന്റെ നാവില് വെള്ളം ഊറിട്ടോ. അപ്പോഴാണ് വൈഫ് പറഞ്ഞത് ഈ കറി ഒന്ന് കഴിച്ചു നോക്കിയ നാടൻ പോർക്ക് കറിയെന്ന്. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പിന്നൊരു സാധനം വന്നു, പോർക്ക് അൽഫാം. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ സാധനം കഴിച്ചത്. നല്ല സോഫ്റ്റ് ആയിട്ട് എല്ലാം കൂരിപ്പോന്ന ടൈപ്പ് സാധനമായിരുന്നു. ക്വാളിറ്റി മീറ്റ് ആയിരുന്നു. ഞാൻ ഇത്രയും ക്വാളിറ്റി എന്താ മീറ്റിനെന്ന് അവരോട് തന്നെ ചോദിച്ചായിരുന്നു. അവരുടെ ഫാമിലി ഇതിനു വേണ്ടി വളർത്തുന്ന പോർക്കാണ് യൂസ് ചെയ്യണത്. സാധാരണ നമ്മ പോർക്ക് കഴിക്കുമ്പോൾ തൊലിപ്പുറം കിട്ടാറുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് കഴിച്ചപ്പോൾ അങ്ങനെ ഒരു പീസേ കിട്ടിയില്ല കേട്ടോ. 3 വേരിയന്റിലാണ് അൽഫാം വന്നത്. ഒന്ന് നോർമലി, പെരി പെരി, കാന്താരി. ഇപ്പൊ ഞാൻ കഴിക്കുന്നത് പെരി പെരിയാണ്. സ്പൈസി ലവേഴ്സിന് മസ്റ്റ് ട്രൈ ഐറ്റം തന്നെ കേട്ടോ. നല്ല എരിവുണ്ട്. അല്ലെങ്കിൽ അത്രയും സ്പൈസി അല്ലാത്തൊരു സാധനമാണ് കാന്താരി. അതും അടിപൊളി സാധനം തന്നെയാണ്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് മാത്രമല്ല ഇവിടുത്തെ സ്പെഷ്യലി ഇനിയും കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതിൽ പോർക്ക് ബിരിയാണി തന്നെ ഉണ്ട്. ഉച്ചയ്ക്ക് ചെന്നാൽ ഊണുണ്ട്, അതും അൺലിമിറ്റഡ്. കറിയും അൺലിമിറ്റഡ് ആണ് എന്നുള്ളതാണ് പ്രത്യേകത. പോർക്കും കൂർക്ക അല്ലെങ്കിൽ പോർക്കും കായൊക്കെ ഇട്ട് വെച്ച കിഡിലൻ ഐറ്റം. അപ്പൊ കറക്റ്റ് സ്പോട്ട് വന്നത് ചാലക്കുടി നോർത്ത് ബസ് സ്റ്റാൻഡിലെ ഉള്ളിൽ തന്നെയുള്ള ഒക്ടോപസ് പോർക്ക് കഫേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ടാറ്റാ.